അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന വ ആലി കുല്ലി വസ്വഹാബതി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ പത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിൻ്റെ പത്ത്, പാപമോചനത്തിൻ്റെ പത്താകുന്നു. ഇതിൽ നാം ചൊല്ലുന്ന ദിക്ർ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് നാം ഈ ദിക്ർ ചൊല്ലൽ പതിവാക്കേണ്ടതാണ്. ധാരാളം തെറ്റ് ചെയ്യുന്നവരായ മനുഷ്യരായ നമ്മൾ ചെറുദോഷം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെ കൊണ്ട് അല്ലാഹു തആല അത് നമുക്ക് പുറത്തു തരുന്നതാണ്. എന്നാൽ വൻദോഷം ചെയ്തു കഴിഞ്ഞാൽ അതിന് നാം തൗബ എടുക്കൽ നമുക്ക് നിർബന്ധമാണ്. തൗബയുടെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് പറയുന്നത് ചെയ്തു പോയ ദോഷങ്ങൾ തൊട്ട് ഖേദിച്ച് മടങ്ങണം. 2, മേലിൽ ഒരു തെറ്റുകൊള്ള പോവുകയില്ല എന്നും അവൻ ദൃഢനിശ്ചയം ചെയ്യണം. 3, ഇനി ഒരു ദോഷം കൂടെ പോവുകയില്ല എന്നും അതേപോലെ തന്നെ വരും കാലങ്ങളിൽ ദോഷം ചെയ്യുകയില്ല എന്നും ഉറപ്പുവരുത്തുകയും വേണം. അതോടൊപ്പം കടമുണ്ടെങ്കിൽ അവയ്ക്ക് 4 ഷർത്തുണ്ട്. ആ കടം എത്രയും പെട്ടെന്ന് വീട്ടേണ്ടതാണ്, അല്ലെങ്കിൽ കടക്കാരെ കൊണ്ട് പോയിട്ട് പൊരുത്തപ്പെടിപ്പിക്കേണ്ടതാണ്. ഇത് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരെ പറ്റി ഗീബത്ത്, നമീമത്ത് ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ നാം പൊരുത്തപ്പെടിപ്പിക്കേണ്ടതാണ് എന്നും ഞാൻ ആദ്യം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം, ഞാൻ എൻ്റെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത്, അഥവാ ഞാൻ ഉറുദി പറയാൻ വന്ന പള്ളി കാസർഗോഡ് ജില്ലയിലെ സീതാങ്കൂലി എന്ന പള്ളിയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഉസ്താദായ KT അബ്ദുൽ മജീദ് സാഹിദിൻ്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു ഉസ്താദായ KK അബ്ദുറഹ്മാൻ ഫൈലി ഉസ്താദിൻ്റെ ശിഷ്യനായ ഇബ്രാഹിം ദാരിമിൻ്റെയും ശിഷ്യനായ അബ്ദുസ്സമദ് അമ്മാനി പട്ടുവം അവരുടെ ശരീക്കുമായിരിക്കുന്ന നുച്ചാദ് റഷീദ് സഖാഫിൻ്റെ പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ആ ഹിന്ദിക്കാരൻ എന്നോട് ചോദിക്കുകയാണ്, ഇഫ്താർ കാ കിത്ന ബജ. ആ സമയത്ത് ഞാൻ ഹിന്ദിക്കാരൻ പറഞ്ഞു, ബായ് ആപ് ദേക്കോ ഘടികാരത്തേക്ക് നോക്കൂ, ക്ലോക്കിലേക്ക് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഹിന്ദിക്കാരൻ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഞാൻ ഇങ്ങോട്ടും പറയുകയും ചെയ്തു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 6:41 എന്നാണ് ഞാൻ മറുപടി കൊടുത്തത്. ഏതായാലും അല്ലാഹു തആല നമ്മളിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.